നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നീ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ആ വേണുഗോപാൽ വന്നുകൊണ്ട് പോലീസിന്റെ ഇടികൊള്ളാൻ രക്ഷപ്പെട്ടു. ഇതേ അവസാനത്തെ ചാൻസാ. ഇനി ഹോട്ടലിലെ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ഒരൊറ്റ പൈസ ഞാൻ തരത്തില്ല. ഓരോ ബിസിനസിന്റെ പേരും പറഞ്ഞ് എന്റെ അപ്പച്ചന്റെ എത്ര കാശാ നീ പൊടിച്ചത്? അവനൊരു പ്രശ്നം വന്നപ്പോ എല്ലാരും കൂടെ പരിഹസിക്കുക. മനുഷ്യരുടെ കാര്യല്ലേ? ചിലപ്പോ നാളത്തെ ഏറ്റവും വലിയ ഡയറക്ടർ ആകാൻ പോകുന്ന ജോസൂട്ടി ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ അടുത്ത്? മനുഷ്യന് മനസ്സമായിട്ട് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലേ? ആ ചെക്കിന് രേഷ്മ ആയിരിക്കുന്നത് നമ്മുടെ സണ്ണി കുരുവിളിയല്ലേ, നോവലിസ്റ്റ്. എന്നാ ഒന്ന് പരിചയപ്പെട്ടുകളെ. പാടി നമുക്ക് നെടിച്ചു കയറാം. എക്സ്ക്യൂസ് മീ, നോവലിസ്റ്റ് സണ്ണി കുരുവിള സാറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേടി, ഞങ്ങൾ സെന്റ് തെരേസാസിലെ സ്റ്റുഡൻസാ. ഐ എം മഞ്ജു. ഐ എം രേഷ്മ. ഐ എം കിറ്റി. ഞാൻ സീന. വി ആർ ഓൾ യുവർ ഫാൻസ്. സർ, ശരത് ഭാര്യ ഡൈവോഴ്സ് ചെയ്യോ? ശരത്തോ? ആ, ഇപ്പൊ കലാകൗമുദിയിൽ വന്നോണ്ടിരിക്കുന്ന വർണ്ണപ്പൊട്ടുകൾ എന്ന നോവലിലെ ഹീറോ. വായിച്ചെടുത്തോളം അസലായിട്ടുണ്ട്. എന്താണ് സർ, ശരത് സ്വപ്ന ഡൈവോഴ്സ് ചെയ്യോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡൈവോഴ്സ് ചെയ്യണോ അതോ വേണ്ട? അറിയാനുള്ള ആങ്സൈറ്റി കൊണ്ട് ചോദിച്ചു പോയതാ. ഈ ആങ്സൈറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിലാണല്ലോ ഒരു നോവലിസ്റ്റിന്റെ വിജയം. അതുകൊണ്ട് അടുത്ത ലക്കം വരുന്നവരെ ആങ്സൈറ്റി കീപ് ചെയ്തോളൂ. ഇതാരാണ് സർ? എന്റെ ബ്രദറാ മിസ്റ്റർ ജോസ്. നോ 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 നോ, ഐ എം ഗാന്ധി, പ്രേം ഗാന്ധി. ബ്ലൈൻഡ് ആണോ? അല്ലല്ല, ഐ എം എ ഫേമസ് ടെലിഫിലിം ഡയറക്ടർ. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ടെലിഫിലിം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? നോക്കത്ത ആഴത്തിൽ കാലം നീട്ടി. ഓ, സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. യെസ് യെസ്, പ്രേം ഗാന്ധി. ഹാവ് യു സീൻ ഇറ്റ് യാ? സത്യം പറയാലോ, അത് കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി. വാട്ട് എ പിറ്റി. ഞാനത് കോമഡി ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് ട്രാജഡി ആയിട്ടോ ഫീൽ ചെയ്തത്? പൊന്നു പ്രേംകാന്തി സാറേ, ദയവ് ചെയ്ത് കോമഡിയുടെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കഥകൾ പടച്ചു വിടല്ലേ. സ്വന്തം ടി വി ആയതുകൊണ്ട് തല്ലിപ്പൊളിച്ച് കളയാനും പറ്റില്ലല്ലോ. സാർ, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് സാറ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം. അതിനെന്താ, ആയിക്കോട്ടെ. സോറി സാർ, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ക്ഷണിച്ചോന്ന് കരുതണ്ട. ഞങ്ങൾ വാർഡൻ ഒന്നിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് വരാം. സാറിന് ഏത് ദിവസം സൗകര്യം എന്ന് പറഞ്ഞാ? നെക്സ്റ്റ് സൺഡേ ആയിക്കോട്ടെ ലാൻസി. ദാറ്റ് മീൻസ് 9th. എന്താ 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 ചിരിക്കുന്നേ? അല്ല സാർ, സാറിന്റെ എല്ലാ നോവൽസിലും 9 എന്ന നമ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു 9th. എന്താ സാർ അതിന്റെ സീക്രട്ട്? എന്ത് സീക്രട്ട്? നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ ആണല്ലോ നമ്മൾ നോവലിൽ പകർത്തുന്നത്. 9, that is my lucky number. ഓക്കെ സാർ, ഞങ്ങൾ കുറെ നേരം കത്തിവെച്ച് സാറിന്റെ ഫാമിലിയൊക്കെ ബോർ അടുപ്പിച്ചു അല്ലേ? സോറി സാർ. It's all right. പരിചയപ്പെടാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. റിയലി. ഞങ്ങൾ വരട്ടെ സാർ. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ, ബൈ സാർ. ബൈ. ഇവളുമാരെ ഹോസ്റ്റലിൽ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണോ? ഓ, ഒരുത്തിക്ക് സണ്ണിയുമായി മുട്ടി ഒരുമി നിന്നാലേ സംസാരം വരത്തുള്ളൂ. എനിക്കുന്നൊരു വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ? ഫാൻസ് അങ്ങനെ ചേട്ടത്തി, അവര് വളരെ ഡീപ്പായിട്ട് ഡീൽ ചെയ്യും. പിന്നെ അത് കറക്റ്റ്. ഇപ്പൊ കണ്ടില്ലേ, പ്രേം ഗാന്ധിക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കിട്ടിയത്. ഇത് എവിടുന്ന് വന്നു ഈ പുരാവസ്തു? ചിലപ്പോ സണ്ണിച്ചാനെ കാണാൻ വന്ന വല്ല കക്ഷികളുമായിരിക്കും. ആ, അല്ലല്ലല്ല, എന്റെ വല്ല ഫാൻസും ആയിരിക്കും. ഏയ്, ഫാൻസ് ഒന്നും ആയിരിക്കില്ല. കഴിഞ്ഞ ആഴ്ച പ്രേംകാന്തിന്റെ ടെലിഫിലിം കണ്ടവരാരെങ്കിലും തല്ല വന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഫാൻസ് ആയിരിക്കല്ലേ? ആരാ? ആരാന്ന്? നിന്റെ തന്ത. അയ്യോ, ഇതാര്? കുഞ്ഞുട്ടിച്ചായൻ. ആ, റാഹേലും വേണ്ടല്ലോ. അപ്പച്ചനും അമ്മച്ചും വന്നിട്ട് ഒത്തിരി നേരമായോ? ഒത്തിരി നേരം ഒന്നും ആയില്ല, 2 മണിക്കൂറേ ആയുള്ളൂ. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ വല്ല ഹോട്ടലും പോയി റൂം എടുക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ ഈ വീട് പൂട്ടിയിട്ട് എവിടെ തെണ്ടാൻ പോയതാ? ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, ഒരു ചേഞ്ചിന്. നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചാലും അകത്തുനിന്ന് ആഹാരം കഴിച്ചാലും ഞങ്ങൾക്ക് യാതൊരു വിരോധവും. എനിക്കും റാഹേലിനും കഴിക്കാൻ ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. വിശന്ത് വയറ്റിൽ അപ്പടി ഗ്യാസാ. അല്ല, ഈ വയസ്സുകാലത്ത് അച്ചായനും അമ്മച്ചും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ? ഓ, എനിക്ക് ഈ തണുപ്പ് സ്ഥലത്തൊന്നും പോകുന്നു പണ്ടേ ഇഷ്ടമല്ല. അച്ചായ സമ്മതിക്കണ്ടായോ? പിന്നെ ഇത്തവണത്തെ യാത്രയിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് അനുമോളെ കാണാൻ പറ്റിയതാ. നിങ്ങളവളെ കാണാൻ ചെല്ലാത്തതിൽ പരിഭവിച്ചിരിക്കുക. അവള് 2 ദിവസം പോണോന്ന് വെച്ചോണ്ടിരിക്കുക. അതെങ്ങനെ സണ്ണി ഒന്ന് ഫ്രീ ആവണ്ടായോ? ആട്ടെ അമ്മച്ചി, ഇത്തവണ എവിടേക്കായിരുന്നു കറക്കം? 2 ദിവസം മൂന്നാർ, 3 ദിവസം മൈസൂർ, അവിടുന്ന് പിന്നെ ഊട്ടി,
നല്ല രസമായ യാത്രയായിരുന്നു. ഈ കാറിൽ തന്നെയാണോ അപ്പച്ചൻ ഈ സ്ഥലമെല്ലാം കറങ്ങിയത്? നമ്മുടെ ബൈക്ക് കയറ്റി മൈസൂറിൽ വെച്ച് എന്നോട് ഇറങ്ങു. ഊട്ടി ചെന്നപ്പോ അവനെ തട്ടി ഇവനെ വാങ്ങി. അതേതായാലും നഷ്ടക്കച്ചവടം അപ്പച്ച. ഉം. ഇതൊരു മുതുക്ക് വണ്ടിയല്ലേ? എടാ മോനെ, പാമ്പാണേലും പഴയതാടാ നല്ലത്. ദേ ഇങ്ങോട്ട് നോക്കി, ഈ പ്രായത്തിലും നിങ്ങൾ രണ്ടുപേരെക്കാൾ ആരോഗ്യം എനിക്കാ. എന്തുകൊണ്ടാ? ദിവസവും 2 സ്മോൾ അടിക്കുന്നുണ്ട്. ആ അത് ശരിയാ. പക്ഷേ ചെറുപ്പകാലത്ത് നല്ലപോലെ അധ്വാനിച്ച് 4 കാശുണ്ടാക്കി വയസ്സുകാലത്ത് ലാലോ സ്മാളും അടിയടാ, അതിലൊരു സുഖമുണ്ട്. നല്ല പ്രായത്തില് കണ്ട കാടെല്ലാം വെട്ടിത്തെളിച്ചും അതിന് വിളിച്ചു കെട്ടിയും ഈ മണ്ണിനോട് യുദ്ധം ചെയ്താടാ ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്, അറിയാവോ? ഓ തുടങ്ങി 3 ഉള്ളിൽ ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്കാ. ഒന്ന് പോടാ, ഞാൻ പറയും, ഇനിയും പറയും. പറഞ്ഞോ ഇപ്പൊ തന്നെ 3 റീലായി. ഇനി ബോറാവേ. കപ്പാസിറ്റി ഇല്ലാണ്ട് വെറുതെ. ആ, ഒന്നുകൂടെ ഒഴിക്കടാ. ഓ ഒന്ന് അവനും കൂടെ. എനിക്ക് വേണ്ട അപ്പച്ച. ഒരു പെഗ്ഗെങ്കിലും അടിക്കാത്ത സത്യകച്ചാരെ ആവൂടാ. നീ എന്റെ മോൻ തന്നെയാണോ? മത്ത കുത്തിയ കുമ്പളം മുളക്കത്തില്ല അപ്പച്ച. ആ ചേട്ടത്തെ കെട്ടുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അടിച്ച് വീലായി വാള് വെച്ചിരുന്ന ആളാ ഇപ്പൊ ഒരു പുണ്യാളൻ. മദ്യം എന്താ അത്ര? ആ അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനി നിങ്ങൾ ആര് ശ്രമിച്ചാലും സണ്ണി കുടിക്കത്തില്ല, അത് ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ നയിക്കട്ടെ, നിന്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ആമേൻ. ആഹാ, നീ നിർത്തിയോടാ, ഒഴിച്ചറിയണാവേ. അതെ, എനിക്ക് അപ്പച്ചനോട് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. ഇനി ഇത് കഴിച്ച് ഫിറ്റായ പിന്നെ ഞാനത് മറന്നുപോകും. എടാ, നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പമ്പര ഫിറ്റാ. അപ്പച്ചോ എന്നെ ഇത് മതി വലിച്ചു കയറ്റിയത് എപ്പോ തുടങ്ങിയതാ? ഈ ആഹാരത്തിന്റെ കൂടൊരെണ്ണം വീശിയില്ലെങ്കിൽ ഏതാണ്ട് ഒരു എന്നാ പോലെ തന്നെയല്ല എല്ലാരും കൂടെ വന്ന സന്തോഷം കൊണ്ടല്ലയോ ഒഴിമോളെ. അതെ ചേർത്തിയേ എനിക്കും കൂടി കുറച്ച് വിളമ്പേക്ക്. എടാ ഉവ്വേ, നീ ആ റെസ്റ്റോറന്റ് വെട്ടി വിഴുങ്ങിയതല്ലേ? അത് ശരിയാ, പക്ഷെ വീട്ടിലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലയോ? ആ അതുമല്ല മണം കാരണം എനിക്ക് ഇരിക്കാൻ മേല. ടെംപ്റ്റേഷൻ. ആ അപ്പച്ച, 2 ദിവസം കഴിഞ്ഞ് അനുമോളെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? അവൾക്ക് ഹോളിഡേ ആണല്ലോ. അയ്യോ, ഞങ്ങളില്ല, നാട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. നിങ്ങൾ എല്ലാരും കൂടെ പോയച്ചു പാ. ജോസൂട്ടി സോണിയൊക്കെ ഉണ്ടല്ലോ. അത് നല്ല കാര്യോ, ഞാൻ റെഡി. അയ്യോ, എനിക്ക് നാളെ തന്നെ ട്രിവാൻഡ്രത്തിന് പോണം. ഹോസ്റ്റലിൽ ചെന്നിട്ട് വേണം റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കാൻ. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. എനിക്കും ട്രിവാൻഡ്രത്ത് പോണം. ഒരു സീരിയലിന്റെ കാര്യത്തിനാ. ദൂരദർശൻ ഡയറക്ടർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ഞാനത് മറന്നുപോയി. മറവി എനിക്ക് അടി കിട്ടണം. സോണി, നീയെങ്കിലും കൂടെ വാ. തിങ്കളാഴ്ച നിന്നെ ഹോസ്റ്റലിൽ വിട്ടാ പോരെ? ഞങ്ങളെ കാണുന്നതിനേക്കാൾ അനുമോൾക്ക് ഇഷ്ടം നിന്നെ കാണുന്നതാ. അതെ സോണിയും കൂടെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പിന് ഒരു ജോളിയുള്ളൂ. വരാം, പക്ഷെ തിങ്കളാഴ്ച തന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. അത് ഞങ്ങൾ ഏറ്റു അല്ലേ അൻസി? പിന്നെന്നാ? എന്നാ വരാം, ഞാൻ റെഡി. Bravo 6. Control calling. 1-1 answering. CA ഇവിടെ ഇല്ല, ക്വാർട്ടേഴ്സിലാ. ഓവർ. യെസ്, വേണുഗോപാൽ ഹിയർ. സർ, കൺട്രോൾ റൂമിൽ നിന്ന് ഒരു വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. കൊണ്ടോട്ടി ജാഫർ ജയിലിൽ ചാടിയെന്ന്. എപ്പോ? ഇന്ന് വെളുപ്പിനാണ് സർ. ആ ശരി, ഞാനിപ്പോ വരാം.